സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം, പ്രണാമം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എഴുത്തച്ഛൻ ഭാഗവതത്തിലെയും രാമായണത്തിലെയും ഒരുപാട് കഥകളെ കൊണ്ട് മുൻപുള്ള ശ്ലോകങ്ങൾ അവർണ്ണനീയമാക്കിയിരുന്നു. ഇനി നമ്മൾക്ക് പുതിയ ശ്ലോകം മുതൽ ആരംഭിക്കാം. 35-ാമത്തെ ശ്ലോകം മുതൽ. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുധി തേർപ്പൂട്ടി നീ അജിത. ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെന്ന ഹരി നാരായണായ നമ എന്നാണ് ഈ ശ്ലോകത്തിലെ വരികൾ. നമുക്കൊന്ന് പാരായണം ചെയ്തു നോക്കാം. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുധി തേർപ്പൂട്ടി നീ അജിത. ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെന്ന ഹരിനാരായണായ നമം. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുധി തേർപ്പൂട്ടി നീ അജിത. ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഇന്ദ്രാത്മജനെന്ന ഹരി നാരായണായ നമം. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജനെന്നു യുധി തേർപ്പൂട്ടി നീ അജിത. അല്ലയോ ഹരേ വിഷ്ണു നാരായണ, ഞാൻ അങ്ങേ ച എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഈ പദ്യത്തിനെ ഈ അക്ഷരമാലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ അക്ഷരത്തിനാൽ അങ്ങയെ ഞാൻ അർച്ചിക്കുന്നു, ദയവായി സ്വീകരിച്ചാലും. എന്താണ് ഈ അർച്ചനയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ചമ്മട്ടി പൂണ്ട്, കുതിരയെ തെളിക്കുവാനുള്ള ചമ്മട്ടിയും കയ്യിലെടുത്ത് കടിഞ്ഞാണും മുറുക്കിയുടൻ, കടിഞ്ഞാണും ആ കുതിരയെ നിയന്ത്രിക്കുന്ന ആ കയറ് കടിഞ്ഞാണും മുറുക്കിയുടൻ മുറുക്കി പിടിച്ചിട്ട് ഇന്ദ്രാത്മജനന്നു യുധി തേർപ്പൂട്ടി നീ അജിത. ഇന്ദ്രാത്മജനായ അർജുനൻ്റെ ഇന്ദ്രപുത്രൻ അർജുനനെയാണ് ഇവിടെ ഇന്ദ്രാത്മജൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. തേരും, ഈ അർജുനൻ്റെ തേരും കുതിരകളെയും പൂട്ടി. അല്ലയോ ഭഗവാനെ, നീ ഇതൊക്കെ ചെയ്തു. ഈ ഒരു ഭഗവത് അവതാരം ഇത്രയും ഏതൊരു ജോലിയും ചെയ്യുന്നതിൽ ഒരു വിമുഖതയും കാട്ടാതെ കുതിരയെ തെളിയിക്കുന്നവനായും നീ അവതരിച്ചു അല്ലയോ ഭഗവാനെ. ആ നിന്നെ അല്ലയോ അജിത,
നീ അജിതനാകുന്നു. അജിതൻ എന്ന് വെച്ചാൽ നജിത, തോൽപ്പിക്കുവാൻ കഴിയാത്തത്, ആരാലും തോൽക്കാത്തവനാരോ അവനെയാണ് അജിതൻ എന്ന് വിളിക്കുന്നത്. ആ ഭഗവാനെ നീ അർജുനൻ്റെ തേര് തെളിച്ചതുകൊണ്ടാണ്, ആ ചമ്മട്ടി നീ കയ്യിലെടുത്തത് കൊണ്ടാണ്, അതുമാത്രമല്ല ആ കുതിരയുടെ കടിഞ്ഞാണ് നീ മുറുക്കെ പിടിച്ചതുകൊണ്ടുമാണ് ആ ഇന്ദ്രപുത്രനായ അർജുനൻ വിജയിച്ചത്. ചെമ്മീ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതനും ഇന്ദ്രാത്മജനെന്ന ഹരിനാരായണായ നമ. നല്ലവണ്ണം മറഞ്ഞു നിന്നിട്ട് ഒരു ശരം കൊണ്ട്, അമ്പ് കൊണ്ട് കൊന്നു മറ്റൊരു ഇന്ദ്രപുത്രനെ. ഇവിടെ രാമായണ കഥയാണ് എഴുത്തച്ഛൻ സ്മരിക്കുന്നത്. ആദ്യത്തെ 2 വരികൾ ഭഗവത്ഗീതയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവത്തിലെ ഭഗവത്ഗീത എന്ന സന്ദർഭത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, മറ്റൊരു സന്ദർഭം രാമായണത്തിലാണ്. അവിടെ ഭഗവാൻ രാമാവതാരനെ എന്ത് ചെയ്തു? ഇന്ദ്രപുത്രനായ ബാലിയെ, കൈലാസപർവ്വതമെടുത്തു അമ്മാനമാടിയ രാവണൻ്റെ വാലിൻ്റെ അറ്റത്ത് കെട്ടിയ പരാക്രമശാലിയായിരുന്നു ബാലി. ആ ബാലിയെ നീ വധിച്ചു എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത്, അല്ലയോ അജിതനായ ഭഗവാനെ, ഇന്ദ്രൻ്റെ ഒരു പുത്രനെ സഹായിക്കാനായി നീ എന്തു ചെയ്തു? സൂതവേഷത്തിൽ ചമ്മട്ടിയേന്തി ഈ അർജുനൻ്റെ തേര് തെളിച്ചു, കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ അങ്ങ് തേരാളിയായി അവതരിച്ചു. അതും ഭഗവാന്റെ ഒരു ലീല തന്നെ. അതേ ഭഗവാൻ തന്നെ എന്തു ചെയ്തു? ഇന്ദ്രൻ്റെ മറ്റൊരു പുത്രനെ മറഞ്ഞു നിന്ന് ഒളിയം പെയ്ത് കൊല്ലുകയും ചെയ്തു. ഇത് രണ്ടും വിരോധാഭാസമായി, അല്ല, മുമ്പത്തെ ശ്ലോകങ്ങളിലൊക്കെ ഇങ്ങനെ ഭാഗവതവും രാമായണവും തമ്മിലുള്ള ആ ഒരു സൈദ്ധാന്തികത ഇവിടെ അന്വേഷിക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെ തുടരുകയാണ് ഈ ശ്ലോകങ്ങളിലും. ഭഗവാൻ ഇന്ദ്രവരജനനാണ്. ആ ഇന്ദ്രൻ്റെ അനുജൻ, ഇന്ദ്രൻ്റെ സന്താനങ്ങളോട് വിഷ്ണുവിന് വാത്സല്യം മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്, അല്ലേ? ദേവതകളുടെ നേതാവാണ് ദേവേന്ദ്രൻ. അപ്പോൾ ഭഗവാന് അവരോട് വാത്സല്യമേ ഉള്ളൂ. അതേ ഇന്ദ്രൻ്റെ ഒരു മകൻ്റെ തേരാളിയായി സൂതവൃത്തി സ്വീകരിച്ച ഭഗവാൻ ഇന്ദ്രൻ്റെ മറ്റൊരു മകനെ ഒളിയം പെയ്തു കൊന്നു. അപ്പോൾ അർജുനൻ ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭാരത യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, അല്ലേ? എല്ലാവരും സഹായത്തിനായി ഭഗവാന്റെ അടുത്ത് എത്തിയപ്പോൾ, അല്ലേ, ഭഗവാന്റെ നാരായണീ സേനയെ കൗരവരും ഭഗവാനെ ആശ്രയിച്ച് പാണ്ഡവരുമായിരുന്നു. അപ്പോൾ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ ആയുധം കൈകൊണ്ട് തൊടുകയില്ല എന്ന്. ആ ഒരു വ്യവസ്ഥയിൽ ഭഗവാൻ പാണ്ഡവ പക്ഷത്തെത്തി. തൻ്റെ മഹാസൈന്യം ദുര്യോധനന് കൊടുക്കുകയും ചെയ്തല്ലോ. അർജുനൻ്റെ തേരാളിയായി ഭഗവാൻ ഈ ചമ്മട്ടിയും കടിഞ്ഞാണും പിടിച്ച് തേര് തെളിയിക്കുകയാണ്. യുദ്ധസമയത്ത് മുഴുവൻ ഭഗവാൻ അർജുനനോടൊപ്പം ഉണ്ടായിരുന്നു. ദുഷ്ടന്മാരായ അനേകം രാജാക്കന്മാരുടെയും അവരുടെ എല്ലാം അനുയായികളെയും മുഴുവൻ നശിപ്പിച്ച് ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുവാനായിരുന്നു മഹാഭാരത യുദ്ധം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്. ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുക, അധർമ്മികളെ ഒടുക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം, അല്ലേ? അപ്പോൾ ഭഗവാൻ ആ മാർഗമല്ല, ലക്ഷ്യമാണ് കേന്ദ്രീകരിച്ചത് എന്ന് നമുക്ക് ഭാഗവതം അല്ലെങ്കിൽ മഹാഭാരതം ഇത്യാദി ഭഗവത് പുരാണങ്ങളിലെല്ലാം കാണാവുന്നതാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ദുര്യോധനനും കൊടുത്ത സേനയുൾപ്പെടെ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തുമുള്ള എല്ലാവരും നശിച്ചു. അവസാനം യുദ്ധത്തിൽ അവശേഷിച്ചത് പാണ്ഡവന്മാർ 5 പേര്. ആയുധം തൊട്ടിട്ടില്ലെങ്കിലും എല്ലാവരുടെയും നാശത്തിന് കാരണം ആ സാക്ഷാൽ പരമാത്മാവായ ശ്രീകൃഷ്ണൻ തന്നെയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അർജുനന് ഗീതോപദേശ ഘട്ടത്തിൽ തൻ്റെ ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭഗവാൻ
അർജുനന് തൻ്റെ ദുഃഖത്തെയും ഭയത്തെയും മറികടക്കുവാനായി ഗീത മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിലെ പല സന്ദർഭങ്ങളും നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഇത്യാദി എല്ലാ യോഗങ്ങളും ഭഗവാൻ ഉപദേശിച്ചത് നാമാകുന്ന ഓരോ സാധകർക്കും വേണ്ടിയാണ്. ഗാന്ധീവധാരിയായ അർജുനൻ്റെ തേരിൽ കുതിരകളെ നിയന്ത്രിക്കുന്ന വെറുമൊരു നിരായുധനായ സൂതൻ രണ്ട് സേനകളുടെയും സമൂലനാശക്കാരകനായി എന്നത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. അതാണ് ഭഗവാന്റെ ലീല. ആയുധമൊന്നും വേണ്ട ഭഗവാന് അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ. ആ കഥയാണ് ആദ്യത്തെ വരിയിൽ എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷം എഴുത്തച്ഛൻ രാമായണത്തിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ എന്തിന് മഹാഭാരതമായിക്കോട്ടെ, ഭാഗവതമായിക്കോട്ടെ, രാമായണമായിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷ്ണാവതാരമായിക്കോട്ടെ, രാമാവതാരമായിക്കോട്ടെ, ഇത് രണ്ടും നമ്മളെ ഒരേ ശ്ലോകങ്ങളിൽ കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ ഈ അവതാരങ്ങളൊന്നും വേറെയല്ല, അല്ലേ? പരമാത്മാവ് പല പല സന്ദർഭത്തിൽ ഭൂമിയിൽ ഗ്ലാനി സംഭവിക്കുമ്പോൾ പല രൂപവും എടുത്ത് തന്നെ എല്ലാം ഒന്ന് തന്നെ എന്ന് കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഇന്ദ്രാത്മജൻ്റെ കഥ പറയുന്നു. അത് ബാലിയെയാണ്. ബാലി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ രാവണൻ, അതായത് അത്രയും ബലശാലിയായ രാവണന്, 10 തലയുള്ള ഭഗവാൻ മഹാദേവനിൽ നിന്നും സർവ ഐശ്വര്യവും തപസ്സിലൂടെ നേടിയെടുത്ത രാവണന് ആ തൻ്റെ വാലിൻ്റെ അറ്റത്തു കെട്ടിയ മഹാപരാക്രമശാലിയായിരുന്നു ബാലി. അത്രമാത്രം യോദ്ധാവായിരുന്നു ബാലി. പാലാഴി മദന സമയത്ത് ദേവന്മാരും അസുരന്മാരും തളർന്ന് മന്ദരപർവ്വതം താഴേക്ക് പതിഞ്ഞു തുടങ്ങുമ്പോൾ 2 കൈകൊണ്ടും വാസുകിയുടെ തലയും വാലും പിടിച്ച് ഒറ്റയ്ക്ക് കടഞ്ഞ മഹാബലശാലിയായിരുന്നു ബാലി. നേരിട്ടെതിർക്കുന്നവരുടെ പകുതി ബലം കൂടി തനിക്ക് കിട്ടുമെന്ന വരം ലഭിച്ച ആളാണ് ബാലി. ആ ബാലിയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ബാലിയെ എന്തു ചെയ്തു? ഭഗവാൻ ഒരു സൂത്രത്തിലൂടെ ധർമ്മത്തിന് വേണ്ടി എന്തു ചെയ്തു? ഒളിയം പെയ്തു മറഞ്ഞു നിന്ന് ശ്രീരാമാവതാരത്തിൽ ഭഗവാൻ വധിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു ഇന്ദ്രൻ സൂതനെ, അതായത് ഇന്ദ്രപുത്രനെ സഹായിക്കുകയും മറ്റൊരു ഇന്ദ്രപുത്രനെ ധർമ്മ നിയമങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പൊരുത്തപ്പെടാത്ത രീതിയിൽ എന്തു ചെയ്തു? അവനെ വധിക്കുകയും ചെയ്തത് വിചിത്രമായി തോന്നുന്നു അല്ലയോ ഭഗവാനെ? ഈ വിചിത്രത കാണുമ്പോൾ, ഈ വൈചിത്ര്യം കാണുമ്പോൾ ഭഗവാനെ, അങ്ങയുടെ ലീലകൾ മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, ആരാലും സാധിക്കില്ല. അത് അത്ര എളുപ്പമല്ല, കഠിനം തന്നെ. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അതൊന്നും ചികഞ്ഞു പോകാൻ നേരമില്ല. ഭഗവാൻ എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു, മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യത്തിൽ പ്രവർത്തിച്ചു എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എൻ്റെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ എന്ത് ചെയ്താലും അത് അങ്ങയുടെ ലീല മാത്രമാണ് എന്ന് ശ്രദ്ധയും ഭക്തിയും ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം ഈ അവതാര കഥകളും ലീലകളുമെല്ലാം. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് എന്നെ മായയിൽപ്പെടുത്താതെ സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ എഴുത്തച്ഛൻ നടത്തുന്നത്. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണം മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നൊയുധി തീർപ്പൂട്ടിനീ അജിതം ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെന്ന ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. मल्टी लाइफ जीने के लिए यू नीड मल्टी न्यूट्रिएंट्स.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 36-ാമത്തെ ശ്ലോകം. ചന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരക്കിതരുത്. അന്നെന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരിനാരായണായ നമ. ചിന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരക്കിരത്. അന്നെന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായ നമ. ചന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരക്കിരതു. അന്നെന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായ നമ. അല്ലയോ ഹരേ നാരായണ, ഞാൻ അങ്ങയെ പുതിയൊരു ശ്ലോകത്തിലൂടെ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥത്തിലൂടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ആദ്യ അക്ഷരം ഛ എന്ന അക്ഷരമാണ്. ആ അക്ഷരമാലയിലെ ചന്നത്വമാർന്ന് മറഞ്ഞിരിക്കുന്ന കനൽ പോലെ, തീക്കനൽ എന്ന പോലെ നിറഞ്ഞു ഉലകിൽ, ഈ ലോകം മുഴുവൻ നിറഞ്ഞ് മിന്നുന്ന നിൻ മഹിമ, പ്രകാശിക്കുന്ന അങ്ങയുടെ മഹിമകൾ, മഹത്വം ആർക്കും തിരിച്ചറിയുവാൻ കഴിയുകയില്ലല്ലോ അല്ലയോ ഭഗവാനെ എന്നാണ് പദ്യത്തിലെ ആദ്യത്തെ വരികളിൽ പറയുന്നത്. ചന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത്. അടുത്ത വരി. അന്നെന്നു കണ്ടതിന്, ഓരോ സന്ദർഭത്തിലും തങ്ങൾ ദർശിക്കുന്ന, വാഴ്ത്തുന്നു മാമുനികൾ. ആ മാമുനികൾ, മഹാത്മാക്കൾ എന്ന് പറയുന്നവർ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഓരോ സന്ദർഭത്തിലും അവരെന്തിനെ ദർശിക്കുന്നു അതിനെ സ്തുതിക്കുകയാണ് അവർ ചെയ്തത്. എന്നത്രേ തോന്നി, എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലയോ നാരായണ എന്ന് പറയുകയാണ്. ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്ന ഈ പരമാത്മാവിനെ, ഈശ്വരനെ ചരവും അചരവുമായി, അതായത് ചലിക്കുന്നതും ചലിക്കാത്തതുമായ എന്തൊക്കെ ജീവിവർഗങ്ങളുണ്ടോ പ്രപഞ്ചത്തിൽ അവയെല്ലാം ഭഗവത് സ്വരൂപമാണ്. എങ്കിലും നാം അതിനെ മനുഷ്യനായും മൃഗമായും മൃത്തായും ജലമായും വായുവായും വേർതിരിച്ച് മാത്രമേ കാണുകയുള്ളൂ. അത് മായയുടെ പ്രവർത്തനം കൊണ്ടാണ് അല്ലേ. ഒരുപാട് സന്ദർഭങ്ങളിലായി എഴുത്തച്ഛൻ മായയുടെ കാര്യം ഇങ്ങനെ ആവർത്തിച്ചു പറയുകയാണ്. ഏറ്റവും മന്ദബുദ്ധികളായവർക്ക് പോലും എല്ലാം ഈശ്വരമയമാണെന്നുള്ള പരമസത്യം അറിയാം. അറിഞ്ഞിരിക്കെ തന്നെ ഞാനെന്നും നീയെന്നും അതെന്നും ഇതെന്നും എല്ലാം നാം എന്ത് ചെയ്യുന്നു? ധരിച്ചു പോകുന്നു. ഞാൻ പുരുഷൻ, ഞാൻ സ്ത്രീ, ഞാൻ കുട്ടി, ഞാൻ മുതിർന്നത്, അല്ലേ, ഞാൻ വിദ്യാഭ്യാസമുള്ളവൻ, ധനമുള്ളവൻ, ഇല്ലാത്തവൻ ഇത്യാദി വേർതിരിവുകളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. ഈ കാര്യം പ്രകൃതിയിൽ ആർക്കും തന്നെ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസം കൊണ്ട് ഇവിടെ ആചാര്യൻ വ്യക്തമാക്കുകയാണ്. മായ മൂലം അല്ലേ ഞാൻ എല്ലാറ്റിനെയും ദ്വൈതമായിട്ടാണ് കാണുന്നത്. ഈ ചാരം മൂടിയ തീക്കനൽ പോലെ അല്ലേ, തീക്കനൽ ഒരംശം മതി എല്ലാറ്റിനെയും നശിപ്പിക്കാനായിട്ട്. പക്ഷെ ചാരം മൂടി കടക്കുമ്പോൾ തീക്കനൽ ആ ചാരത്തിനുള്ളിൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ഭഗവാൻ ഉലകെല്ലാം നിറഞ്ഞിരിക്കുന്നു.
പക്ഷേ ചാരത്തിൽ മറഞ്ഞ തീക്കനൽ കണ്ണിൽ പെടുകയില്ല. നല്ലൊരു മനോഹരമായ ദൃഷ്ടാന്തമാണ് ആചാര്യൻ ഇവിടെ പറയുന്നത്. ചാരം മാറിയാൽ അത് നമ്മൾക്ക് തെളിഞ്ഞു കാണും. അപ്പോൾ ഇവിടെ ചാരത്തിനെ മായയായി അജ്ഞാനമായി കാണുന്നു, തീക്കനലിനെ പരമാത്മാവിനോട് ഉപമിക്കുകയാണ് അല്ലേ. ആ സ്വർണം ഈ ചാരത്തിൽ മൂടി കിടക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് കാണുക? ഈ ചാരം മാറിയാൽ അത് കാണാൻ സാധിക്കും അല്ലേ. തൊട്ടാൽ അതിൻ്റെ ചൂടറിയാം. ഇപ്പോൾ ചാരത്തിൽ പോയി നമ്മൾ തൊട്ടാൽ ആ തീക്കനലുണ്ടെങ്കിൽ ആ ചൂട് ചാരത്തിൽ ഉണ്ടായിരിക്കും. ഈ മായയാകുന്ന ആവരണത്തെ അല്പമെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഈ ഹരിനാമകീർത്തനം അല്ലെങ്കിൽ ഭഗവാന്റെ സർവ കൃതികളും ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ നമ്മൾ ചൊല്ലി അല്പാൽപമായി നമ്മൾ ഉയർന്നു വന്നാൽ, ഈ ചാരത്തെ മാറ്റിയാൽ, അല്പമെങ്കിലും മാറ്റിയാൽ ഈശ്വര ചൈതന്യത്തിനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും അനുഭവമാകും എന്ന് പറയുകയാണ്. നിറഞ്ഞുലകിൽ മിന്നുന്ന അല്ലേ, ചന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന ആ പ്രയോഗം കൊണ്ട് ചന്നത്വമാർന്നതായാലും അതിൻ്റെ പ്രകാശം ഇല്ലാതാകുന്നില്ല എന്ന് ഇവിടെ വളരെ കാവ്യാത്മകമായി തന്നെ പറയുകയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമല്ല, സർവവ്യാപിയായ ആ തീക്കനൽ പ്രകാശിക്കുന്നുണ്ട്. അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചമില്ല. കനൽക്കട്ടയെ ആവരണം ചെയ്യുന്ന ചാമ്പൽ, കനൽക്കട്ടയിൽ നിന്നുണ്ടാകുന്ന പ്രപഞ്ചത്തിൽ ഈ ബഹുവിധങ്ങളായ വ്യത്യസ്തമായ ബോധം ഉളവാക്കുന്ന മായ, അതായത് ഞാൻ വേറെ നിങ്ങൾ വേറെ, എല്ലാത്തിനും ദ്വൈതം കാണുന്നത് മായ മാത്രമാണ്. ഈ മായ എന്താണ്? ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമാണ്. അത് ഭഗവാനിൽ നിന്നും ഭിന്നമല്ല എന്ന് നമ്മൾക്കിവിടെ ഓർക്കാവുന്നതാണ് അല്ലേ. ഇപ്പം ഈശ്വരൻ സർവശക്തനും സർവവ്യാപ്തനും പ്രകാശകനുമൊക്കെയാണ്. മായയാൽ ആ ഈശ്വരനെ എന്താണ് നമ്മൾക്ക് മറയായി ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് തെളിഞ്ഞ് ഈശ്വര സത്തയെ കാണാൻ സാധിക്കുന്നില്ല. ഈ മഹാത്മാരായ ഋഷിമാർ വേദത്തിലും ഉപനിഷത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും ഇവയിലെല്ലാം പലതരത്തിൽ ഭഗവാനെ വാഴ്ത്തുന്നുണ്ട്. ഇവയെല്ലാം എന്താ? സത്യപ്രകാശം തന്നെ, ആ പരമാത്മാവിൻ്റെ തന്നെ സ്വരൂപത്തെയാണ് വാഴ്ത്തുന്നത്. അതിനെ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അവർക്കും അപ്പോൾ ലഭിച്ച ദർശനങ്ങൾ മാത്രമാണ്. സമഗ്ര ദർശനം മുനിമാർക്കും ലഭിച്ചിട്ടില്ല എന്ന്. അവർക്ക് അവരുടെ ആ ദിവ്യത കൊണ്ട് ആ സന്ദർഭത്തിൽ ഭഗവാൻ ആര് എന്ന് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അവർക്ക് ലഭിച്ച അല്പാൽപമായ അറിവുകളെയാണ് ഈ വേദ ഇതിഹാസ പുരാണങ്ങളിൽ അവർ നമ്മൾക്കായി നൽകിയിരിക്കുന്നത്. ഭഗവാന്റെ ഏതെങ്കിലും ഒരു അവതാര ലീലയെ, ഒരു സന്ദർഭം, ഭഗവത് സ്വരൂപമായ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പ്രതിഭാസം, ധ്യാന മനന സമാധികളിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു ദർശനം, ഇതൊക്കെയാണ് ഋഷിമാർ വിവരിക്കുന്നത്. അല്ലാതെ ഭഗവാനെ മുഴുവനായും കാണുവാൻ അവർക്കും സാധിച്ചില്ല. ഏതെങ്കിലുമൊക്കെ അവതാരങ്ങളുടെ ചെറിയ ചെറിയ ലീലകൾ മാത്രമാണ്. ഭഗവാൻ 1000 ലീലകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രമാണ് മഹാത്മാക്കൾക്ക് ദർശനമായത്. ആ ഒന്നാണ് അവർ നമ്മൾക്ക് ഗ്രന്ഥങ്ങളിലൂടെ പകർന്നു നൽകിയത്. അപ്പം അവർക്കറിയാത്തതും അവർ കാണാത്തതുമായ എന്തെല്ലാം ലീലകൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്. അപ്പം ഈ 30 തൊട്ട് 36 വരെയുള്ള പദ്യങ്ങളിൽ ആചാര്യൻ പരസ്പര വിരുദ്ധമെന്നു പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഭഗവാന്റെ ലീലകൾ മഹാഭാരതം, ഭാഗവതം, രാമായണം അല്ലെങ്കിൽ കൃഷ്ണാവതാരവും രാമാവതാരവുമായി പ്രത്യക്ഷത്തിൽ വിരോധം തോന്നുന്ന ഭഗവാന്റെ ലീലകൾ സൂചിപ്പിച്ചു. തന്നെ ഭജിച്ച കൊണ്ടു പാണ്ഡ്യരാജനെ അഗസ്ത്യനെ കൊണ്ട് ശപിപ്പിക്കുകയും മുതലയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തിട്ട് മോക്ഷം കൊടുത്ത കഥ, ഹഡ്വാങ്കൻ എന്ന രാജാവിന് മുഹൂർത്തമാത്രം കൊണ്ട് മോക്ഷം കൊടുത്ത കഥ, പിന്നെ നമ്മൾ കണ്ടിരുന്നു ആഗ്നേയാസ്ത്രം വില്ലിൽ തൊടുത്തത് കൊണ്ട് മാത്രം സമുദ്രത്തെ തിളപ്പിക്കാൻ ശക്തിയുള്ള ഭഗവാൻ നിസാരനായ ജരാസന്ധനിൽ നിന്നും തോറ്റ മട്ടിൽ ഓടി ഒളിച്ച കഥ, സീതാവിരഹം കൊണ്ട്
ഭഗവാൻ നിലവിളിച്ചു കരഞ്ഞ കഥ, അല്ലേ? ഭഗവാന്റെ അതേ വിരഹതാപം കൊണ്ട് ഗോപികമാർ വിലപിച്ച വൃന്ദാവനത്തിലെ കഥ, തന്നെ കാമിച്ച ഒരു സ്ത്രീയുടെ മൂക്കറത്ത കഥ, അല്ലേ? അവർക്ക് അനുനാസിക അക്ഷരങ്ങൾ ഉച്ചരിക്കാനാകാതെ ഭഗവാൻ അവരെ പരീക്ഷിച്ച കഥ, അതേ ഭഗവാൻ തന്നെ കൂനിയായ ഭഗവാന്റെ ഉത്തമയായ ഭക്തയെ, ആ ദാസിയെ എന്തു ചെയ്തു? സുന്ദരിയാഗ്നി തൻ്റെ പത്നിയായി തന്നെ വരിച്ച കഥ. അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ ഒരു പുത്രനു സാരഥിയായി മറ്റൊരു പുത്രന് ഒളിയം പെയ്ത് കൊല്ലുകയും ചെയ്ത ഈ വൈരുദ്ധ്യങ്ങൾ ആചാര്യൻ ഈ പദ്യങ്ങളിൽ നൽകുന്ന വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മേൽപ്പറഞ്ഞതെല്ലാം ഓരോരോ അവതാര ലീലകളിൽ നിന്നാണ്. അനന്തമായ കാലഗതിയിലുണ്ടായ ചില സംഭവങ്ങൾ മാമുനിമാർ കണ്ട് അവർക്ക് ലഭിച്ചത് മാത്രം അവർ വിവരിച്ചു, അല്ലേ? അവർക്കറിയാത്തതായി എത്രയെത്ര സംഭവങ്ങൾ കാണും ഭഗവാനെ അങ്ങയുടെ ഈ ലീലയിൽ എന്ന് പറയുന്നു, അല്ലേ? രാമാവതാര കഥ വിവരിച്ച വാൽമീകി പുരുഷോത്തമനായ രാമൻ്റെ ചരിത്രം സമഗ്രഹിച്ചു പറയുകയും ചെയ്യും. അതിൽ ഓരോ പ്രവൃത്തിക്കും കാരണമായ ജന്മാന്തര കഥകൾ വിവരിച്ചിട്ടില്ല. വിവരിച്ചാൽ അത് മറ്റനേകം പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ആയി മാറുമെന്നാണ് ചരിത്രം പറയുന്നത്, അല്ലേ? ആ മഹാത്മാക്കൾക്ക് പറയാൻ ഒരു പരിമിതിയുണ്ട്, അല്ലെ? ആ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുവാൻ പറ്റിയ സന്ദർഭങ്ങൾക്ക് പരിമിതിയുണ്ട്. കൃഷ്ണാവതാര കഥകളാകട്ടെ വിവരിച്ച വേദവ്യാസ മഹർഷിയും കൃഷ്ണൻ്റെ ലീലകൾ വിവരിച്ചു എങ്കിലും അതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും പൂർവകാല കർമ്മബന്ധങ്ങൾ വിവരിച്ചിട്ടില്ല. വേറെ ചില ഋഷിമാരുടെ രചനകളിൽ ഇവയുടെ മറ്റു ചില ഭാഗങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്. അതുപോലെ പ്രപഞ്ചസത്യത്തെ വ്യാഖ്യാനിക്കുന്ന തത്വദർശനങ്ങളും അതിലെ ദ്രഷ്ടാക്കളും ഋഷിമാരും അപ്പോഴവർക്ക് ലഭിച്ച ദർശനങ്ങളുടെ ആവിഷ്കാരം മാത്രമെന്നേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. അതായത് പൂർണ്ണമായ കഥകൾ അല്ലെങ്കിൽ പൂർണ്ണമായ ഭഗവാന്റെ ലീലകൾ വിവരിക്കുവാൻ ആരാലും സാധിക്കില്ല എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അവർക്ക് അവരുടെ കണ്ണിൽ ദർശനമായ ലീലകൾ മാത്രമാണ് അവർക്ക് വാഴ്ത്താൻ സാധിച്ചിട്ടുള്ളൂ അവരെ കൊണ്ട് എന്ന് പറയുന്നതാണ്, അല്ലേ? അതുകൊണ്ട് അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ലീലകൾ അതിലും അപ്പുറത്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാനെ, ഈ ഭഗവത് നാമ സങ്കീർത്തനം അങ്ങയിലുള്ള പരിപൂർണമായ ഭക്തി, പരിപൂർണമായ ശരണാഗതി മാത്രമാണ് എനിക്കുള്ളൂ. അല്ലാണ്ട് ഈ മഹാത്മാക്കളെ പോലെ ഭഗവാനെ എനിക്ക് അങ്ങയെ വാഴ്ത്താൻ സാധിക്കുന്നില്ല. അത് എൻ്റെ പോരായ്മയാണ്, അത് നികത്തി തരണേ. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഭഗവാനെ അങ്ങ് എന്നെ അങ്ങിലേക്ക് അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഹരി നാരായണായ നമ എന്ന് പറഞ്ഞ് നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒരുമിച്ച് പാരായണം ചെയ്യാം. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടനിന്ദ്രാത്മജനെന്നു യുധി തേർപ്പൂട്ടി നീ അജിതാം ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കന്നതും ഒരിന്ദ്രാത്മജനെന്ന ഹരി നാരായണായ നമഃ. ചന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുതു. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.